ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് ഒന്നും പറയാൻ പറ്റില്ല, ഇൻ്റർവ്യൂ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം പെട്ടെന്ന് തിരക്കിൽ അങ്ങനെ പോയി. ഒരു വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ചെറിയ ഒരു പാട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, എടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്കായാലും പലതരം ആഗ്രഹങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലതെന്ന് വെച്ചാൽ സാധിക്കാൻ പറ്റും, ചിലത് സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിച്ചു. അതിന് ശേഷം എന്ന് വെച്ചാൽ ഒരു വണ്ടിയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഒന്നും വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം, ഞങ്ങളൊരു വണ്ടി എടുത്തു. ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഞങ്ങൾ സ്വന്തമാക്കി. അപ്പോൾ അതിന് പോകാൻ ഒരുങ്ങിയതായിരുന്നു. വന്നിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് കുറച്ച് നാളായി ഇങ്ങനെ. അപ്പോൾ ഞങ്ങളൊരു 2-3 വർഷം മുമ്പേ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയില്ല, അത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. വേറൊരു സാഹചര്യം കൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോയി. അപ്പോൾ അതിന് ശേഷം വേണ്ടാന്ന് വെച്ചൊരു കാര്യമായിരുന്നു. പിന്നെ മുടങ്ങിപ്പോയൊരു കാര്യം എന്തോ വേണ്ട, പിന്നെ ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണമല്ലോ, പുഷ് ചെയ്ത് കൊടുക്കണമല്ലോ. ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നമുക്ക് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഒരു 2 ലൈറ്റ് ഇങ്ങനെ ഓഫായിക്കൊണ്ടിരിക്കുക. ഒരു 2 ആഴ്ചയായി ഇങ്ങനെ ഡിലേ ആയി പോകുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ ഇപ്പോഴെല്ലാം റെഡിയായിട്ട് വന്നു. ഏറ്റവും വലിയൊരാഗ്രഹമാണ് ജീവിതത്തിലെ. അപ്പോൾ ആദ്യം ഞങ്ങളൊരു കാർ എടുക്കാമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പുറത്തൊക്കെ താമസിക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് ഈ ബൈ റോഡ് നാട്ടിലൊക്കെ പോകുന്നത്, ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ പേടിയാണ്. സത്യം പറയാനുള്ളൊരു കാര്യം പേടിയാണ്. കാരണം ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര പേടിയാണ്. എല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ പോകാറുണ്ട്, ഈ ബൈ റോഡ് പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോന്നറിയില്ല, ഭയങ്കര പേടിയാണ്. കാരണം ഞാനിങ്ങനെ പല കഥകളും കേട്ടിട്ടുണ്ട്. തമിഴ്നാടല്ല, ഏതോ ഒരു സൈഡൊക്കെ പോകുമ്പോഴും ഇതുപോലെ എന്താ പറയുക, കരി ഓയിൽ ഒഴിക്കുന്നു എന്നൊക്കെ. എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കാറൊക്കെ വാങ്ങുന്നത് നമ്മൾ നാട്ടിലൊക്കെ സെറ്റിലായതിന് ശേഷം മാത്രം. അപ്പോൾ യൂട്യൂബ് വരുമാനം കൊണ്ടൊന്നും വാങ്ങിയതല്ല കേട്ടോ, ആദ്യം തന്നെ പറയാം. ഞാനല്ല വാങ്ങിയത്, ഹസ്ബൻഡ് വാങ്ങി ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും പറയും യൂട്യൂബ് വരുമാനമാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് യൂട്യൂബിനെ കുറിച്ച് തന്നെ ഒന്നും അറിയുക, ഏകദേശ ധാരണയൊക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡ്രീം. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. ഒരു വണ്ടി വാങ്ങുക എന്ന് പറയുന്നത് ഏവരുടെയും ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ ആ ഒരു സ്വപ്നം, വലിയൊരു സ്വപ്നം, കുഞ്ഞു സ്വപ്നം എന്നൊന്നും പറഞ്ഞാൽ പോരാ, വലിയൊരു സ്വപ്നം ഞങ്ങളുടെ ഫാമിലിയിലോട്ടും എത്തിയിരിക്കുകയാണ്. കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഒന്നാമത് ചൂടൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല, വലിയൊരു സന്തോഷമല്ലേ. പിന്നെ ഞങ്ങൾ ഫാമിലിയിലൊക്കെ ചേട്ടനായാലും വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ ഒരു പേരിലൊരു വണ്ടി വാങ്ങിയിട്ടില്ല. മറ്റുള്ളവർക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലും പേരിൽ ആദ്യമായിട്ടാണ് ഒരു വണ്ടി വാങ്ങുന്നത്. അപ്പോൾ അതെന്ത് പറഞ്ഞാലും നമ്മളിനി എത്ര മറ്റുള്ളവർക്ക് നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞാലും നമ്മുടെ പേരിലുള്ളതുപോലെ ആവില്ലല്ലോ. പേരിലെന്ന് വെച്ചാൽ പേരിൽ തന്നെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ, വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചേട്ടൻ്റെ, ഭയങ്കര ഹെൽപ്പ് എന്താ പറയുക, ഭയങ്കര സഹായമാണ്. ഞങ്ങളെ വിളിക്കുമ്പോഴേക്കും എന്ത് തിരക്കുണ്ടെങ്കിലും അങ്ങ് ഓടി വരുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് കറങ്ങാനൊക്കെ പോകുമ്പോൾ അവരുടെ ആ സാറിൻ്റെ ഫാമിലിയും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാറുണ്ട്. പിന്നിപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു ഒക്കേഷനായ, ചെറുതല്ല നമ്മളെ സംബന്ധിച്ച് വലുതല്ലേ, അപ്പോൾ ഒക്കേഷൻ ആയതുകൊണ്ടാണ് ഫാമിലീനെ ഒന്നും കൂട്ടാതിരുന്നത്. കാരണം കുഞ്ഞിനൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫൈനലി റോയൽ എൻഫീൽഡ് ഷോറൂമിൽ എത്തിയിരിക്കുന്നു. പിന്നെ ചെറിയൊരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് കുഞ്ഞൂസ്. അപ്പോൾ ഈ ഒരു എംബ്ലം കണ്ട് ചെറിയൊരു ബുള്ളറ്റ്, അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല കോസ്റ്റ്ലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി, വേണ്ട. കാരണം ഇത് തന്നെ കുറച്ച് ചിലവായിപ്പോയി. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ, നല്ല റേറ്റിലുള്ള സാധനമാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ട്. ഫൈനലി ഞങ്ങൾ കീ വാങ്ങിയിട്ടുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഓപ്പൺ ചെയ്തു, വണ്ടി ഓപ്പൺ ചെയ്തു.
അപ്പോൾ ആദ്യം ഞങ്ങൾ കാറിലോട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു, പിന്നെയാണ് ബുള്ളറ്റിലേക്ക്. ചേട്ടൻ പറഞ്ഞു 2 വീലർ വാങ്ങുകയാണെങ്കിൽ എനിക്ക് ബുള്ളറ്റ് മതിയെന്ന്. അപ്പം അങ്ങനെ ബുള്ളറ്റും കയ്യിൽ എത്തി പിടിച്ചിരിക്കുന്നു. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ബുള്ളറ്റിൽ കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്. ഇതിന് മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലായിരുന്നു ആ സമയത്ത് യാത്ര. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോഴെന്ന് വെച്ചാൽ ഇതിൽ സീറ്റൊക്കെ ചെറുതാണ്, എങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഒരാഗ്രഹമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു കേട്ടോ കുഞ്ഞൂസിനോട്, നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇനി അച്ഛനും അമ്മയും ഇതിൽ കറങ്ങുന്നു. അപ്പോൾ കുഞ്ഞൂസ് പറയാം, അത് അമ്മ സ്വപ്നത്തിൽ വിചാരിച്ചാൽ മതിയെന്ന്. അങ്ങനെ നമ്മുടെ വണ്ടി അവർ ഫൈനലി പുറത്ത് എത്തിച്ച് തന്നിരുന്നു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞാൻ അവിടെ ഇരുന്നോണ്ട് പറയുമായിരുന്നു, ഒരു ചായ പോലും തരുന്നില്ലേ. അപ്പോഴേക്ക് ചായയൊക്കെ തന്നു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറാൻ പോവുകയാണ്. അപ്പോൾ അവർ ആ ഒരു ഞങ്ങളെ കൊണ്ടുവിട്ട ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പോകാനുണ്ട്. നാട്ടിലൊന്നും നടക്കില്ല, ദൂരത്തിൽ ഇപ്പോൾ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യത്തെ ഒരു യാത്രയില്ലേ. പിന്നെ ഞങ്ങളുടെ ഉള്ള സ്കൂട്ടി ഇനിയിപ്പോൾ എനിക്ക് സ്വന്തം. അതിൻ്റെ ഞാൻ പഠിച്ചില്ല, സ്കൂട്ടിയൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കണം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പോകുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഒരു സന്തോഷമല്ലേ, ഇന്ന് കറങ്ങാനൊന്നും സമയമില്ല ഞങ്ങൾക്ക്. ഇത് പോയിട്ട് വേണം ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ. അവിടെ പോയിട്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ തിരിച്ച് പോയിട്ട് അവിടെ ഒന്ന് പോകണം. അതുകൊണ്ട് പിന്നെ കറങ്ങാനും പിടിക്കാനൊന്നുള്ള സമയമൊന്നുമില്ല. അങ്ങനെ പിള്ളേർ ഇതൊരു ഫ്രണ്ട്സ് കോർണർ പറഞ്ഞിട്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ജ്യൂസ്, ഷേക്ക്, ഐസ്ക്രീം പോലുള്ളൊക്കെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരിടാണ്. ഞങ്ങൾ അധികം വരുന്ന ഒരു പ്ലേസാണ്. ഇവിടെയുള്ള ഒരു അപ്പൂപ്പൻ, ഒരു അങ്കിള് പിള്ളേർക്ക് പറ്റിക്കലെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പൈസയാണ് ഇതിനൊക്കെ. നല്ല റേറ്റ് എന്ന് വെച്ചാൽ നല്ല റേറ്റാണ്. അപ്പോൾ പിള്ളേർ ഓരോന്ന് ഓർഡർ ചെയ്ത് ടേസ്റ്റ് നോക്കുകയാണ്. ഞാൻ ഇന്നൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, കാരണം എനിക്കെന്തോ ഭയങ്കര മനസ്സ് നിറഞ്ഞു എന്ന് പറയാറില്ലേ, മറ്റാണെങ്കിൽ ഞാൻ കഴിക്കാതെ വരാറില്ല. അപ്പം ഞങ്ങളൊരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്ത് ഞങ്ങൾ 2 പേരും ഷെയർ ചെയ്തു. പിള്ളേരെന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നു. ഇനി ഇതിൻ്റെയൊക്കെ റിസൾട്ട് കുഴപ്പമില്ല, ഇന്നേക്കുള്ള ഒരു സന്തോഷ ദിവസമല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പങ്കുവെച്ചത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. എനിക്കറിയില്ല എത്രത്തോളം വീഡിയോ ക്ലിയറായിട്ട് കിട്ടി എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയാണ്. സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒരുപാട്